ഏയ് തല പറഞ്ഞു. നോ. സാവിത്രി, ഞാൻ ഇനി എന്ത് ഈശ്വര, ഇന്ന് ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ. എന്റെ ഹയർ സ്റ്റഡീസും ട്രിപ്പും എല്ലാം തീർന്നു. ഇഡിയറ്റ്. ഞാൻ വേറെ വള വാങ്ങിച്ചു കൊടുക്കാം. ബിനു വാറിലേക്ക് പൊക്കോളൂ. എന്നെ അടിച്ചുവിടാം. സാരമില്ല, പോട്ടെ. വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. അതല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് എവിടുന്ന ഇംഗ്ലണ്ടിൽ പോകാൻ മോഹം വന്നത്? പഠിത്തം മടുത്തു, ഇനി പ്രാക്ടീസ് മാത്രം മതി എന്ന് പറഞ്ഞ ആളല്ലേ. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? കുറച്ചു ദിവസമായി ഞാൻ സാവിത്രി കുട്ടിയോട് ചിലതൊക്കെ ചോദിക്കണമെന്നും പറയണമെന്നും വിചാരിക്കണം. ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങാം. എനിക്കെല്ലാം അറിയാം. ഒരമ്മയെപ്പോലെ നീ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത സുഭദ്ര കുഞ്ഞമ്മ ഒരപരിചിതയെ പോലെ ഇറങ്ങിപ്പോയപ്പോ നീ ആകെ അപ്സെറ്റായി. അവരുടെ നമ്പറായിരുന്ന 36 പോലും നീ വെറുത്തു. പിന്നീട് അതേ നമ്പർ വിനുവിനായപ്പോ അവനോട് നിനക്ക് വൈരാഗ്യമായി. ആ പാവം എന്തു പഴിച്ചു. എന്റെ കൈകളിൽ കിടന്ന് വളർന്ന കുട്ടിയാണവൻ. പിരിഞ്ഞപ്പോ പിന്നീടൊരിക്കൽ അവനെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. സാവിത്രിക്കറിയാലോ, പ്രത്യേകിച്ച് യാതൊരു ആഗ്രഹങ്ങളും മോഹങ്ങളും ഇല്ലാത്ത ഒരുത്തനാണ് നിന്റെ ഉണ്ണിയെങ്കിൽ. പക്ഷെ ഇപ്പോ ഒരാഗ്രഹമുണ്ട്, ഒരു സ്വപ്നമുണ്ട്. എന്റെ വിനു ഈ ആശുപത്രിയിൽ നിന്ന് ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങിപ്പോകുന്നത് എനിക്ക് കാണണമെന്ന്. ഇതൊരു റിക്വസ്റ്റാണ്. കുട്ടി, മരുന്നും മന്ത്രവും കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് മാനസിക രോഗം ചികിത്സിക്കേണ്ടത്. സാവിത്രി കുട്ടിക്ക് ഇക്കാര്യത്തിൽ നിന്ന് സഹായിക്കാൻ കഴിയും. ഇത് അവന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ഒരു ഡയറിയാണ്. ആദ്യം സാവിത്രി കുട്ടി വന്ന് വായിക്കണം, എന്നിട്ട് സ്വയം തീരുമാനിക്കുക. അങ്ങനെ സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യത്തിൽ പിള്ളേര് തമ്മി തല്ലി. കൊലപാതകം വരെ നടക്കുമെന്ന് എനിക്ക് ബോധ്യമായപ്പോ ഞാനങ്ങ് ഭ്രാന്ത് അഭിനയിച്ചു. ഞാൻ എഴുതി കൊടുത്താലല്ലേ അവന്മാരെ അനുഭവിക്കൂ. എന്റെ പിള്ളേര് എന്റെ കൺ മുമ്പിൽ വെച്ച് തമ്മി തല്ലിച്ചാകുന്നത് ഞാൻ കാണണ്ടല്ലോ. തിരിഞ്ഞിടണം. എനിക്കൊരു സങ്കടമേ ഉള്ളൂ. എന്റെ ഒരു കൊച്ചു പോലുണ്ട്, ചിണ്ടൻ. അച്ഛനും അമ്മയും വിമാനാപകടത്തിൽ മരിച്ചുപോയി. ഇപ്പൊ അവൻ ബോർഡിംഗ് സ്കൂളില്ല. നാളെ അവന്റെ 8ാമത്തെ പിറന്നാളാണ്. എല്ലാ പിറന്നാളിനും ഞാൻ അവനൊരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തേക്കും. അപ്പൂപ്പന്റെ ഉടുപ്പ് കാത്ത് അവനിരിക്കും. അപ്പൂപ്പൻ കരയണ്ട. ചിണ്ടൻ ഒരു ഉടുപ്പ് വാങ്ങിച്ചയച്ചാ പോരെ? അപ്പൂപ്പനെ അവന്റെ അഡ്രസ് എനിക്ക് തന്നാ മതി. ഒരു ഉടുപ്പ് വാങ്ങി പാഴ്സൽ അയക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടരുത്. നേരത്തിനും കാലത്തിനൊക്കെ തിരിച്ചു വരണം. വഴിയിലെങ്കിൽ വായി നോക്കി വെക്കല്ലേ. മിണ്ടാതെ എന്റെ കട്ടിൽ പോയി മൂടി പോയിച്ച് കടാ. ആ പട്ടാളം എങ്ങാനും കണ്ട. പട്ടാളം വർമ്മ വർമ്മ, നിന്റെയും എന്റെയും ജീവിതം കട്ടപ്പോക. കിടക്കുന്ന കണ്ടില്ലേ മൊട്ട. ഇയാടെ ഗതിയിലാവും ജീവിച്ചിരിക്കുന്ന ശവം. ഇയാളെന്താ സംസാരിക്കാത്ത ഊമയാണോ? അല്ല, ആക്കിയതാ. എന്തിന്? ഇവിടെ കിടന്ന് വിളച്ചിൽ കാണിച്ചതിന്. അറ്റ കൈക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇതുവഴി ഒരു ഉണ്ട കയറ്റി തലച്ചോറിനകത്തിട്ട് ഒരു കറക്കം. ചോറും പരിപ്പും അവിയലും സാമ്പാറും എല്ലാം കൂടെ പുളിശ്ശേരി പരുവത്തിലാവും. പിന്നെ ആട്ടവും ഇല്ല, അനക്കവും ഇല്ല. ചാവണത് വരെ ഇങ്ങനെ കിടക്കും. കോമ എന്നോ കുത്തെന്നോ ഒക്കെയാ ഡോക്ടർ ഇതിന് പറയുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു പോണം. അല്ലെങ്കിൽ നീ കോമയിലും ആയിപ്പോവും,
എന്റെ സർവീസ് ഫുൾ സ്റ്റോപ്പിലും ആയി പോവും. എന്നാ, മോനെ, എന്നാ. അയ്യോ അടിക്കല്ലേ അടിക്കല്ലേ, കണ്ണാടി പൊട്ടിപ്പോവും. ആ എളുപ്പം പറഞ്ഞ മോനെ. പോലെ, പോയിട്ട് വാ. ആ. കഷ്ടം. അവൻ എവിടെ പോയി തൊലഞ്ഞു? അയ്യോ. ചുമ്മാ ഇരിക്കടാ. എണിക്ക്, മരുന്ന് കുടിക്കണം. ഇനോ എണിക്കാൻ, മരുന്ന് കുടിക്കണമെന്നേ. എണിക്ക്, എണിക്കാൻ പറഞ്ഞില്ലേ, മരുന്ന് കുടിക്കണം. എണിക്കാൻ പറഞ്ഞില്ലേ, മരുന്ന് കുടിക്കണം. ആന്റണി, വിനോദ് എണിക്ക്, മരുന്ന് കുടിക്കണം. എണിക്കാൻ പറഞ്ഞില്ലേ. ഇവനൊന്ന് എണിപ്പിക്ക. നീയോ? Put him in the cell. നാളെ മുതൽ താൻ ഇവിടെ വരണമെന്നില്ല. യു ആർ ഡിസ്മിസ്ഡ്. അപ്പൂപ്പ, ഞാൻ അയച്ചു. അപ്പൂപ്പ, ഞാൻ മറ്റേതുമായി അയച്ചിട്ടുണ്ട്. അനീത, ആദ്യമായി കണ്ടത് ഒരു വസന്തത്തിലാണോ എന്നോർമ്മയില്ല. അവളുടെ കയ്യിൽ കുറെ സ്നേഹപ്പൂക്കളുണ്ടായിരുന്നു. ആദ്യമായി കണ്ടത് എന്റെ മനസ്സിന്റെ പൂമുഖത്താണോ എന്നോർമ്മയില്ല. അവളുടെ കയ്യിൽ ഒരു നിലവിളക്കുണ്ടായിരുന്നു. ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. നക്ഷത്രങ്ങൾ താലപ്പൊലി എടുത്തിരുന്നു. കാറ്റ് ഒരു ഗീതം മൂളിയിരുന്നു. എന്റെ മനസ്സുപോലെ ആഷാഢത്തിലെ സന്ധ്യയും തീർത്തിരുന്നു. നാണം കൊണ്ടോ അതോ നാടാ, വെറുതെ റൊമാൻറ്റിക്കായി കാട് കയറാതെ നേരിട്ട് അവളെ കണ്ട് കാര്യം പറഞ്ഞ് വളച്ച് കീശലാക്ക്. അല്ലെങ്കിൽ നല്ല ആമ്പിള്ളേരെ കെട്ടിക്കൊണ്ടു പോകുമ്പോ താടിയും വളർത്തി വെള്ളം അടിച്ച് പാട്ടും പാടി ദേവദാസായി നടക്കേണ്ടി വരും. അയ്യാ, കർത്താവേ, കർത്താവേ, ഒരു മനുഷ്യന്റെ മനസ്സിൽ സ്നേഹം തോന്നുന്ന കുറ്റമാണോ കർത്താവേ?
കർത്താവെ, ഞാൻ ഉണ്ടില്ലേലും ഇവൾക്ക് 7 കോഴ്സ് ഡിന്നർ വാങ്ങിച്ചു കൊടുക്കാമേ. കർത്താവെ, ഞാൻ ഉടുത്തില്ലേലും ഇവൾക്ക് നല്ല തുണി വാങ്ങിച്ചു കൊടുക്കാമേ. കർത്താവെ, എന്നിൽ കരുണയുണ്ടാകണമേ. ഇവൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. കർത്താവ് ഇവളുടെ മനസ്സിന്റെ അകത്ത് കയറിയിരുന്ന് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. യ്യോ, എന്താ കുട്ടി നൊന്ത് പ്രാർത്ഥിക്കാതെ തോന്നുന്നു? എങ്ങനെ നോവായിരിക്കും അച്ചോ? ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചിട്ട് ഒരു ശകല ഉപ്പ് തേക്കാതെ പോലെ തെറ്റില്ലേ അച്ചോ? എന്താ കാര്യം? പോട്ടച്ചോ, ഉപ്പ് എപ്പോഴും കയ്യെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഒരു ആശ്വാസ വാക്കെങ്കിലും പറഞ്ഞൂടെ? കുട്ടിക്ക് എന്ത് പറ്റി പറയൂ. സ്നേഹിക്കുന്നവരെ ദുഃഖിപ്പിക്കുന്ന തെറ്റല്ലേ അച്ചോ? അതെ, വലിയ തെറ്റാണ്. എന്നാ പലർക്കും അത് അറിയത്തില്ല. ഈ പള്ളി വരുന്നവരോട് അച്ഛനാണെന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്നാ. ഇവിടെ വെളിയിലത്തെ പോസ്റ്റിന്റെ ഫ്യൂസ് എപ്പോഴും പോകുന്നുണ്ടല്ലേ? ഇല്ല. അത് ശരി. എന്നെക്കാളും വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഏതോ മുറിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. ഈ മുറിയൊക്കെ തുറന്നാണ്, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇതല്ല. എങ്ങനെ അറിയാം? ഈ വയറിന്റെ പോക്ക് കണ്ടിട്ട് അല്പം വശക്കേടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് തുറന്നേ. ലൈറ്റൊക്കെ ചെക്ക് ചെയ്യണം. ഒരു അരമണിക്കൂർ നേരത്തെ പണിയാണ്. ശരി, ഞാൻ റിസപ്ഷനിൽ കാണും. Anita, I love you. I love you, Anita. 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 Anita, I love you. ചുമ്മാ ഒരു രസം. ബട്ട് ഐ റിയലി മീൻ ഇറ്റ്. വിനുവിന് ഭ്രാന്തുണ്ടോ? യെസ്, ഐ ആം മാഡ് വിത്ത് ലവ്. അതുകൊണ്ടല്ലേ മനുഷ്യരാരും കാട്ടാത്ത ഈ കോപ്പറാണ്ടിത്തരമൊക്കെ ഞാൻ കാട്ടണേ. റിയലി ഈ സ്ഥലം കണ്ടപ്പോ, ഇതിന്റെ ഭംഗി കണ്ടപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതണം തോന്നി. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നൗ ഐ മീൻ ഇറ്റ്. ഐ ലവ് യു. വിനു, പ്ലീസ് ഫോർഗെറ്റ് മീ. എനിക്കൊരിക്കലും വിനുവിനെ സ്നേഹിക്കാൻ കഴിയില്ല.
വൈ? ഞാൻ കന്യാസ്ത്രീ ആവാൻ വിധിച്ചവളാണ്. എന്നെ എന്റെ വീട്ടുകാർ അങ്ങനെ നേർന്നതാണ്. കർത്താവിന് നിരക്കാത്തൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. വിനു എന്നെ ഇനി ഉപദ്രവിക്കരുത്. അനിത, I love you. What you mean? കർത്താവല്ല അവളുടെ വിധി എഴുതിയത്, അവളുടെ വീട്ടുകാരാണ്. ഭർത്താവ്, വീട്, കുഞ്ഞ്, കുടുംബം, ഇതെല്ലാം എല്ലാ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അനിതയ്ക്ക് ഉണ്ടാവില്ലേ? I know she loves me and we want to get married. അനിതേ, നിനക്കൊന്നും പറയാനില്ലേ? നീ വിനുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അനിതയുടെ അഭിപ്രായം അറിയാതെ എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. ഓൾ റൈറ്റ്, അനിത സമ്മതിക്കും. ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കും. അനിത, അനിത, you love me. You can't deny that. അനിത, വായ തുറക്കാൻ. അനിത, അനിത, please. അനിത, അനിത, നിന്റെ മനസ്സാക്ഷിയോട് നീ തന്നെ സ്വയം ചോദിച്ചോക്ക്. യു ലവ് മീ, ഐ നോ യു ലവ് മീ. അത് പറയാൻ നിന്റെ മനസ്സ് വെമ്പുന്നു, കേൾക്കാൻ എന്റെ മനസ്സും. Come on, അനിത, പ്ലീസ്. വേണ്ട, നീ പറയില്ലല്ലേ? അതിന്റെ അർത്ഥം യു ഹേറ്റ് മീ, യു ഹേറ്റ് മീ. ഓക്കെ ഓക്കെ, നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്കും എന്നെ വേണ്ട. I am going to jump down. I am going to commit suicide. Okay, goodbye. നാളെയാണ് ഡിസംബർ 25. നാളെയാണ് ക്രിസ്മസ്. നാളെയാണ് ഞങ്ങളുടെ വിവാഹം. എന്റെ മ്യൂസിക് ട്രൂപ്പിലേക്ക് ഞാൻ അനിതയെ കൂട്ടിക്കൊണ്ടുപോയി. അവർ അനിതയോട് ഒരു ഗാനം പാടാൻ ആവശ്യപ്പെട്ടു. വിനു, Be a good girl. Come on. please, Vinu. Okay. പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി
ചെഞ്ചല ചൂടും പെണ്ണിൻ ചാരുതയിൽ പറന്നേറുന്നു മനം മറന്നാടുന്നു സ്വപ്നങ്ങൾ നീരും നവരത്നങ്ങൾ പേരും പൊന്നേലും എന്നുള്ളിൽ മൗനം വാങ്ങും ചെന്തളിരുകളോലും കന്യാവാടികയിൽ വരം നേടുന്നു സ്വയം വരം കൊള്ളുന്നു ഹേമന്തം പോലെ നവവാസന്തം പോലെ പൊന്നിൽ എന്നുള്ളിൽ മൗനം വാങ്ങും ദൂരം തേറി നീങ്ങും മേഘം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി ലാലാല ലാലാല la 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 എന്നെ നിനക്കിഷ്ടമാണ്. വിനു,
പക്ഷേ നിന്റെ അച്ഛന്റെ ഈ ടൈം ടേബിൾ ചികിത്സയുണ്ടല്ലോ, ബെല്ലടിച്ച് 3 നേരം മരുന്ന് കൊടുക്കുകയും ഒച്ച വെക്കുന്നതിനെ പിടിച്ചോണ്ടുപോയി കറന്നടിപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മകള് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയത് കൊണ്ട് ഭ്രാന്തായി പോയവനെയും 10 ലക്ഷം ലോട്ടറി അടിച്ചു എന്ന് കേട്ട് അന്തം വിട്ട് വട്ടായി പോയവനെയും ഒരേ ചാർട്ട് വെച്ചല്ല ചികിത്സിക്കേണ്ടത്. വിനുവിനെ കുറിച്ച് സാവിത്രിക്കുട്ടിക്ക് എന്താ മനസ്സിലായത്? ഇറ്റ്സ് എ ട്രാജിക് കേസ്. കഷ്ടമാണ്. യെസ്. ഒന്നുകിൽ കഴിഞ്ഞതൊന്നും അവന് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരടവാണിത്. പക്ഷേ അവൻ അങ്ങനൊരു കള്ളനാവാൻ പറ്റില്ല. പിന്നെ മനസ്സിന്റെ കാര്യല്ലേ, ചില പെരും കള്ളന്മാരുണ്ട്, ഒരു പിടിയും തരില്ല. അപ്പൊ നമ്മളെന്താ വേണ്ടത്? ഒരല്പ പോലീസ് കളിക്കുക. എനിവേ, ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഇന്ന് പുതിയ പാട്ടുകളൊന്നുമില്ലേ? എന്താ? എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകും. അയ്യോ, അച്ഛനറിഞ്ഞാൽ. ഈ മുറ്റം വരെ കൊണ്ടുപോയാൽ ഞാൻ നല്ല പാട്ട് പാടാം. സാവിത്രി പറയുന്നിടത്തിരുന്നോളാം. എത്ര നാളായി ഈ ആകാശം കണ്ടിട്ട്. ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. ഉം.